ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാറ്ററൽ എൻട്രിയുടെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മാത്സ് പോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ചോദിക്കുന്നു. നിങ്ങളെ റാങ്ക് തീരുമാനിക്കുന്ന സബ്ജക്റ്റും കൂടിയാണ് നമ്മളെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അപ്പോൾ അതിൽ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് പോകുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ സബ് ടോപ്പിക്കാണ് പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ബേസിക് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, ഫോഴ്സസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നുണ്ട്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് കാര്യങ്ങൾ, മെത്തേഡ്സ് ഓഫ് മൊമെന്റ്സ്, വാരിഗ്നോൺസ് പ്രിൻസിപ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. പിന്നെ സെക്കൻഡ് മൊഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ടോപ്പിക്സ്. നമുക്കിത് 1 by 1 ആയി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇപ്പോൾ നമ്മൾ മെക്കാനിക്സ് പഠിക്കാൻ എല്ലാ സ്റ്റുഡൻസും അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം ഒരു വെക്ടർ ആൾജിബ്ര, കാരണം ഒരു ഫോഴ്സസ് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വെക്ടർ ആൾജിബ്രയിൽ ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ വെക്ടർ ആൾജിബ്ര നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിന് മുമ്പ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോക്കാം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമുക്ക് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക്സും ഡൈനാമിക്സും മനസ്സിലാക്കാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് സ്റ്റാറ്റിക്സ്. ബോഡീസ് അറ്റ് റെസ്റ്റുള്ള ബോഡീസിൽ ഡീൽ ചെയ്യുന്നതാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയാം. ഡൈനാമിക്സോ ബോഡീസ് ഇൻ മോഷനിലെ ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീലിംഗ് ആണ് നമ്മൾ ഡൈനാമിക്സിൽ വരുന്നത്. അതേപോലെ തന്നെ ഡൈനാമിക്സിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കൈനറ്റിക്സും കൈനമാറ്റിക്സും. കൈനറ്റിക്സിൽ മോഷൻ വിത്ത് ഫോഴ്സ് ആണ്, കൈനമാറ്റിക്സിൽ വിത്തൗട്ട് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത 3, 4 മോഡലായിട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിക്സിൽ നമ്മൾ ആദ്യത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് വെക്ടർ ആൾജിബ്ര. നമ്മൾ വെക്ടർ ആൾജിബ്രയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വെക്ടർ ഡിഫൈൻ ചെയ്യാം. എന്താണ് വെക്ടർ? വെക്ടർ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ. സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, അതിനാണ് നമ്മൾ സ്കേലാർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്യാണ്. നമ്മൾ മാത്തമാറ്റിക് എക്സ്പ്രഷൻ എഴുതാൻ പോവാണ് വെക്ടറിനെ. വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡയറക്ഷൻ. ഇതാണ് നമ്മൾ വെക്ടറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് മാത്തമാറ്റിക് എക്സ്പ്രഷൻ എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ വെക്ടർ എ റെപ്രസെൻറ്റ് ചെയ്തു, വെക്ടർ എ. അപ്പോൾ വെക്ടർ എ സിക്കലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഞാൻ മോഡുലസ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്തു, മോഡുലസ് ഓഫ് എ ഇൻറ്റു ഡയറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്തു. അപ്പോൾ മനസ്സിലാക്കാം, വെക്ടർ എ സിക്കലും മോഡുലസ് ഓഫ് എ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഇപ്പോൾ എന്തിനാണ് യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ എ ക്യാപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ യൂണിറ്റ് വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. യൂണിറ്റ് വെക്ടറിന്റെ പ്രോപ്പർട്ടി എന്താ? മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആയിരിക്കും. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ. മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യൂണിറ്റ് വെക്ടറിന്റെ പർപ്പസ് എന്താ? ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെക്ടറിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓൾവേസ് യൂണിറ്റി ആയിരിക്കും അല്ലേ. നമുക്ക് ഒരുപാട് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. IJK ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടേഴ്സ്. അതായത് കോർഡിനേറ്റ് ആക്സിസിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ് IJK. അത് കൂടാതെ ഒരുപാട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്, കാരണം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒക്കെ യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് വെക്ടേഴ്സ് IJK ആണ്. അപ്പോൾ IJK എന്താ ഞാൻ ജസ്റ്റ് പറയാം. ഞാൻ കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുകയാണ്. കോർഡിനേറ്റ് ആക്സിസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഇത് മാർക്ക് ചെയ്തു, ഇത് വൈ മാർക്ക് ചെയ്തു, ഇത് ഇസഡ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. എക്സ് ആക്സിസിലെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. വൈ ആക്സിസിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ നമ്മൾ ജെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇസഡ് ആക്സിസിന് കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ നമ്മൾ കെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ. അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ എക്സാമ്പിൾ അറിയാം. ഒരു ഫോഴ്സ് അല്ലെ, ഫോഴ്സ് ഒരു വെക്ടറാണ് അല്ലേ. ഒരു ഫോഴ്സ് 10 ന്യൂട്ടൺ ഫോഴ്സ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ്. അത് എക്സ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്തെങ്കിൽ അതിൻ്റെ കൂടെ ഐ കൊടുക്കണം, 10I. അത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, 10I കൊണ്ട് ഐ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ എന്ത് വരും? -I വരും. അപ്പോൾ നമ്മൾ എക്സിൻ്റെ ഡയറക്ഷനായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ ഐ യൂസ് ചെയ്യുന്നത്. വൈയുടെ ഡയറക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ജെ യൂസ് ചെയ്യും, കെയുടെ ഡയറക്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കെ യൂസ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ -Z ആണെങ്കിൽ -K, -Y ആണെങ്കിൽ അതായത് വൈയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് -J യൂസ് ചെയ്യും. അപ്പം 10I എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ഫോഴ്സ് പോസിറ്റീവ് എക്സ് ആക്സിൻ്റെ ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ
10i എന്ന് പറയും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ് അല്ലേ. അപ്പോൾ 10j എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10j എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. അത് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് y ഡയറക്ഷനാണ്. ഇപ്പോൾ 10k എന്ന് പറഞ്ഞാലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 10 ആണ്. അത് ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് z ഡയറക്ഷനിലാണ് അല്ലേ. മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഈ 10i 10j 10k എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ഒക്കെ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ആക്ട് ചെയ്യുന്നില്ല. 1 ഡയമെൻഷണൽ വെക്ടേഴ്സ് ആണ്. 10i 10j 10k ഒക്കെ പറഞ്ഞത് ഒറ്റ ഡയറക്ഷനിലാണ്, 1 ഡയമെൻഷൻ. ഇപ്പം 2 ഡയമെൻഷൻ ആവുന്ന കേസസ് ഉണ്ട്, 3 ഡയമെൻഷൻ ആവുന്ന കേസ് ഉണ്ട്. അപ്പം നമ്മളൊരു ഫോഴ്സസ് XY പ്ലെയിനിലാണ് വിചാരിക്കാം. അപ്പം നമ്മൾ 10i + 10j മനസ്സിലാക്കുക. ഒരു വെക്ടർ എക്സാമ്പിൾ പറയാം, 10i + 10j. അതായത് അതിന് X ഡയറക്ഷൻ ഒരു മാഗ്നിറ്റ്യൂഡ് 10 ഉണ്ട്, Y ഡയറക്ഷൻ ഒരു മാഗ്നിറ്റ്യൂഡ് 10 ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടല്ല ഇത് ആക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളത് ആ വെക്ടറിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക, ഈ എക്സിൻ്റെയും വൈയുടെയും നേരെ സെൻറ്ററിലൂടെ പാസ് ചെയ്യും, അല്ല ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും വരിക അല്ലെ. അത് എക്സിലും ഒരു 10i മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, 10 മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വൈയിലും 10 മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത് ആക്ട് ചെയ്യുന്നെങ്കിൽ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ട് 10 ന്യൂട്ടൺ ഫോഴ്സ് രണ്ട് പെർപെൻഡിക്കുലർ വെച്ചാൽ അതിൻ്റെ റിസൾട്ടിൻ്റെ നേരെ സെൻറ്ററിലൂടെ അല്ലെ ഡയഗണലിലൂടെ വരും. അപ്പോൾ അതിൻ്റെ ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡയഗണലിലൂടെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ എടുക്കുക, അതിൻ്റെ മോഡുലസ് എടുത്താൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് 10i + 10j ഒരു 2 ഡയമെൻഷൻ വെക്ടറാണ്. ആ 10i + 10j എന്ന വെക്ടർ XY പ്ലെയിനിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് പ്ലെയിനാണ് അതിൻ്റെ യൂണിറ്റ് വെക്ടർ നോക്കിയാൽ മനസ്സിലാവും. ഐയും ജെയും XY പ്ലെയിൻ ആയിരിക്കും. ഐയും ജെയും കെയും ഉണ്ടെങ്കിൽ നമ്മൾ സ്പേസിലെ വെക്ടർ ആയിരിക്കും, 3 ഡയമെൻഷൻ വെക്ടർ ആയിരിക്കും അല്ലേ. ഐയും കെയും ആണെങ്കിൽ പ്ലെയിൻ ഏതായിരിക്കും? XZ പ്ലെയിൻ ആയിരിക്കും അല്ലെ. ജെയും കെയും ആണെങ്കിൽ YZ പ്ലെയിൻ ആയിരിക്കും. മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഏത് പ്ലെയിനിലെ വെക്ടറാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം 10i + 10j എന്ന് പറഞ്ഞാൽ അത് വെക്ടർ XY പ്ലെയിനിലാണ് മനസ്സിലാക്കുക. XY പ്ലെയിനിലെ ഒരു വെക്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും 10i + 10j. ഇപ്പോൾ മനസ്സിലാക്കുക, എപ്പോഴും ഒരേപോലെ അതായത് ഈ രണ്ടിൻ്റെയും ഐൻ്റെയും ജെയുടെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആണ് നിർബന്ധമൊന്നുമില്ല, ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. ഇപ്പോൾ നമ്മൾ വേണമെങ്കിൽ 10i + ഒരു 5j, ഇതിൻ്റെ മീനിങ് എന്താ മീൻ ചെയ്യുന്നത്? 10i അത് X ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ്, പോസിറ്റീവ് X ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് 10 ന്യൂട്ടൺ ആണ് അല്ലേ. പോസിറ്റീവ് Y ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് 5 ന്യൂട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് തന്നെ. അപ്പോൾ അത് ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കില്ല, XY പ്ലെയിനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ എക്സാമ്പിൾ പറയാം, 2i + 3k. ഇതിൻ്റെ മീനിങ് എന്താ? ഈ വെക്ടർ ഒരു 2 ഡയമെൻഷൻ വെക്ടറാണ്. ഏതാ പ്ലെയിന്? എക്സും ഉണ്ട് ഇസഡും ഉണ്ട്. ഇപ്പോൾ XZ പ്ലെയിനിലാണ് ഈ വെക്ടർ ആക്ട് ചെയ്യുന്നത്. എക്സിലെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, വൈയിലെ ഇസഡിലെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്. ഇങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കി? ഓക്കെ, അപ്പോൾ ഇത് 2 ഡയമെൻഷൻ വെക്ടറാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ വെക്ടർ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഡയമെൻഷൻ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ എഴുതാം, 2i + 2j + 2k. ഈ വെക്ടർ എക്സിലെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, വൈയിലെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്, ഇസഡിലെ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. ഇപ്പോൾ എന്ത് വരും? അപ്പോൾ ഇത് എക്സും വൈയും സെഡിലും മൂന്നിലും കമ്പണൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഒരു 3 ഡയമെൻഷൻ വെക്ടറാണ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐയും ജെയും കെയുടെയും 3 ഡയമെൻഷൻ വെക്ടറാണ്. എപ്പോഴും ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യന്റ് ഈക്വൽ ആണെന്നില്ല. ഈക്വൽ ആണെങ്കിൽ 3 കോർഡിനേറ്റ് ആക്സസിനും ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലെ. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് നേരെ അതിനെ ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് എക്സിനും വൈക്കും സെഡിനും ഈക്വലി ഇൻക്ലൈൻഡ് ആയിരിക്കും ഈ വെക്ടർ വരിക അല്ല. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ എല്ലാ എക്സിലെയും വൈയിലെയും ഇസഡിലെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വലി ഇൻക്ലൈൻഡ്. അപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ്. അപ്പോൾ നമുക്ക് സ്പേസിലെ വെക്ടർ ഐയുടെയും ജെയുടെയും കോഎഫിഷ്യന്റ് മാറ്റിയിട്ട് നമുക്ക് സ്പേസിൽ ഏത് വെക്ടറും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. എക്സ് ഡയറക്ഷനിൽ അതായത് നമുക്ക് എക്സ് ഡയറക്ഷൻ മാത്രം വേണേൽ റെപ്രസെന്റ് ചെയ്യാം, വൈ ഡയറക്ഷൻ മാത്രം വേണേൽ റെപ്രസെന്റ് ചെയ്യാം, ഇസഡ് ഡയറക്ഷൻ വേണേൽ മാത്രം റെപ്രസെന്റ് ചെയ്യാം, അത് 2 ഡയമെൻഷൻ വേണേൽ റെപ്രസെന്റ് XY പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം, YZ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം, XZ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം, 3 ഡയമെൻഷൻ പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യാം. 3 ഡയമെൻഷൻ സ്പേസിലെ വെക്ടറാണ്. 360 ആംഗിളിൽ നമുക്ക് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെക്ടറിലെ ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്, അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞ ഒന്നുകൂടെ പറയാം, യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്ത് ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വെക്ടറിനെ നമുക്ക് എഴുതി നോക്കാം. വെക്ടറിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ് എഴുതാൻ പോകുന്നത്. വെക്ടറിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എഴുതാണ് ഇവിടെ. നമ്മൾ നോക്കാം വെക്ടറിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ വെക്ടർ എയുടെ നമ്മൾ കമ്പണൻസ് ആയിട്ട് എഴുതാൻ പോണ് ഒരു വെക്ടറിനെ AXI + AYJ + AZK. നിങ്ങൾ മനസ്സിലാക്കുക,
ഒരു വെക്ടറിനെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റ് ചെയ്തു AXI പ്ലസ് AYJ പ്ലസ് AZK. ഇതിൽ AX എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? AX എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് ആണ്. AY എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് ആണ്. AZ Z ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ വെക്ടറിൻ്റെ മൊത്തം മാഗ്നിറ്റ്യൂഡ് അല്ലേ, നമ്മൾ എക്സും വൈയും സെറ്റും ഡയറക്ഷനിലെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ്, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മോഡുലസ് അതായത് മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇപ്പോൾ ഒരു വെക്ടർ AXI പ്ലസ് AYJ പ്ലസ് AZK മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ, പിന്നെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ യൂണിറ്റ് വെക്ടർ ഡിഫൈൻ ചെയ്യുക. യൂണിറ്റ് വെക്ടർ ഡിഫൈൻ ചെയ്തപ്പോൾ യൂണിറ്റ് വെക്ടർ AK പ്ലസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡ് ബൈ ഇറ്റ്സ് മോഡുലസ് അല്ലേ. എന്ത് വരും? പിന്നെ ഇവിടെ എഴുതാം AXI പ്ലസ് AYJ പ്ലസ് AZK അല്ലെ, AZK ഹോൾ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. അപ്പോൾ യൂണിറ്റ് വെക്ടറിൻ്റെ പർപ്പസ് ഓൾറെഡി പറഞ്ഞു, ടു സ്പെസിഫൈ ദ ഡയറക്ഷൻ അല്ലേ. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ബേസിക് കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു വെക്ടറിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റേഷൻ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഡിഫൈൻ ചെയ്തു, യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ. ബേസിക് ഓപ്പറേഷൻ വെക്ടറിലെ ബേസിക് ഓപ്പറേഷൻസ് പറയാൻ നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരുന്നത്, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും വേണം അല്ലേ. നമ്മൾ വെക്ടറിൽ വരുന്ന ഡോട്ട് പ്രൊഡക്റ്റ്, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റിന് വേറെ പേര് സ്കേലാർ പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റിന് വേറെ പേര് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് വെക്ടേഴ്സ്, ഡോട്ട് പ്രൊഡക്റ്റ് ബ്രാക്കറ്റിൽ സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെ. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. കാരണം എന്താ, ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റും കൂടെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അപ്പോൾ ഡോട്ട് ചെയ്യണമെങ്കിൽ രണ്ട് വെക്ടർ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഡോട്ട് പ്രൊഡക്റ്റ് A ഡോട്ട് B, രണ്ടും വെക്ടറാണ്, എയും വെക്ടറാണ് ബിയും വെക്ടർ. A ഡോട്ട് ബി ഡിഫൈൻ ചെയ്ത് AB കോസ് തീറ്റ മോഡ് A മോഡ് B കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ആണ്, രണ്ട് വെക്ടർ തമ്മിലെ ആംഗിളാണ് ഈ എയും ബിയും അല്ലേ, സോറി എയും ബിയും തമ്മിലെ ആംഗിളാണ് തീറ്റ. ഇപ്പം A ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് A മോഡ് B കോസ് തീറ്റ, ഒരു കിട്ടുന്ന വാല്യൂ സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. A ഡോട്ട് ബി AB കോസ് തീറ്റ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് രണ്ട് വെക്ടർ തമ്മിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കോസ് തീറ്റ ഈക്വൽ ടു തരും, കോസ് തീറ്റ ഈക്വൽ ടു A ഡോട്ട് ബി അല്ലെ, A ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് A മോഡ് ബി, മോഡ് A മോഡ് ബി ചെയ്ത് കോസ് തീറ്റ അല്ലെ, കോസ് തീറ്റ കിട്ടും. രണ്ട് വെക്ടർ നമ്മൾ ഉണ്ടാക്കുന്ന കൊസൈൻ ഓഫ് ആംഗിൾ കിട്ടും. അപ്പോൾ തീറ്റ ഈക്വൽ ടു തീറ്റ തരും, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് A ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് A മോഡ് ബി. ഇതാണ് നമുക്ക് തീറ്റ വരിക. ഓക്കെ, തീറ്റ കോസ് ഇൻവേഴ്സ് A ഡോട്ട് ബി ഡിവൈഡ് മോഡ്, ഇത് ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടർ തമ്മിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് A ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് A മോഡ് ബി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് വെക്ടർ നമ്മൾ A ഡോട്ട് ബി 0 ആണെങ്കിൽ, അതായത് കോസ് ഇൻവേഴ്സ് ഓഫ് 0 വരും, കോസ് ഇൻവേഴ്സ് ഓഫ് 0, കോസ് ഓഫ് ഏത് ആംഗിളിലാണ് കോസ് 0 വരുന്നത്, കോസ് 0 1 ആണ്, കോസ് 90 ആണ് 0. അപ്പോൾ നമ്മൾ രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ A ഡോട്ട് ബി 0 ആയിരിക്കും. ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതായത് രണ്ട് വെക്ടർ അല്ലേ, A വെക്ടർ A പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ആണെങ്കിൽ A ഡോട്ട് ബി എന്തായിരിക്കും മനസ്സിലാക്കുക, 0 ആയിരിക്കും. ആംഗിൾ രണ്ട് വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഓർത്തോഗണൽ ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഡോട്ട് പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് മോഡ് A മോഡ് B കോസ് തീറ്റ. മോഡ് A എന്ന് പറഞ്ഞാൽ എയുടെ മോഡുലസ് ആണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. മോഡ് B എന്ന് പറഞ്ഞാൽ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. തീറ്റ ആണ് കൊസൈൻ ഓഫ് തീറ്റ ആണ് എയുടെയും ബിയുടെയും നമ്മളെ ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ വെക്ടറിൽ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ പറയാൻ വിട്ടൊരു കാര്യം പറയാം. വെക്ടറിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു എയറോ വെച്ചിട്ടാണ് നമ്മൾ വെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ ലെങ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിട്ടും എയറോ അതിൻ്റെ ഡയറക്ഷൻ ആയിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെക്ടർ അല്ലേ. അതിൻ്റെ ലെങ്ത്
അതിൻ്റെ ലെങ്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ടും എയറോ അതിൻ്റെ ഡയറക്ഷനായിട്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഫോഴ്സസ് പറയുന്ന സമയത്ത് വീണ്ടും ഒന്ന് പറയാം. അപ്പോൾ എ ഡോട്ട് ബി എന്താന്ന് പറഞ്ഞു, എ ഡോട്ട് ബിനെ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി ചെയ്ത് നോക്കാം. ഓക്കെ, എ ഡോട്ട് ബി ഇപ്പോൾ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് എ ഡോട്ട് ബി കൂടെ ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി എ എന്നുള്ള വെക്ടർ ഡിഫൈൻ ചെയ്ത് വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസെഡ് കെ ആണ് വിചാരിക്കുക. അതെ, വെക്ടർ ബി എന്ന് പറയുന്നത് ബി എക്സ് ഐ പ്ലസ് ബി ബി വൈ ജെ പ്ലസ് ബി ഇസെഡ് കെ ആണ് വിചാരിക്കുക. അപ്പോൾ എ ഡോട്ട് ബി നമുക്ക് ചെയ്ത് നോക്കാം. എ ഡോട്ട് ബി എന്താവും, എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസെഡ് കെ ഡോട്ട് ബി എക്സ് ഐ പ്ലസ് ബി വൈ ജെ പ്ലസ് ബി ഇസെഡ് കെ. ഇത് നമ്മൾ ഡോട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഡോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഐ ഡോട്ട് ഐയും ഐയും നമ്മൾ ആംഗിൾ 0 ആണ്. അപ്പോൾ ഐ ഡോട്ട് ഐൻ്റെ വാല്യൂ നമുക്ക് 1 ആണ് കിട്ടുക, കാരണം ഐ ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ അതിൻ്റെ ഐ ഡോട്ട് ഐ ഇൻറ്റു ഐ അല്ലേ, ഐ ഇൻറ്റു ഐ കോസ് 0 1 ആണ്. അപ്പോൾ ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെയും എന്തായിരിക്കും 1 ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ വാല്യൂസും 0 ആയിരിക്കും, കാരണം ഐ ഡോട്ട് ജെ അല്ലേ എഴുതാം. ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു ഐ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ഈക്വൽ ടു 0. ഇതൊക്കെ 0 ആണ് വരിക, മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടർ തമ്മിലെ ആംഗിൾ 90 ആണ്. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇപ്പോൾ ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് ജെ 1 ആയിരിക്കും വരിക, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം 0 ആയിരിക്കും വരിക അല്ലേ. ഇപ്പം സെയിം അല്ലാത്ത വന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എ ഡോട്ട് ബി നമുക്ക് എങ്ങനെ കിട്ടും? എ ഡോട്ട് ബി നമുക്ക് കിട്ടേണ്ടത് എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ സെഡ് ഇൻറ്റു ബി സെഡ്. ഇതാണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ എ ഡോട്ട് ബി നമ്മൾ ചെയ്താൽ എ എക്സ് ഇൻറ്റു ബി എക്സ് പ്ലസ് എ വൈ ഇൻറ്റു ബി വൈ പ്ലസ് എ സെഡ് ഇൻറ്റു ബി സെഡ്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും, അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ. അപ്പോൾ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾ പഠിച്ചു, ഒരു പ്രയാസമില്ല. ഡോട്ട് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ പ്ലസ് എ സെഡ് ബി സെഡ് അല്ലേ. അതിൽ ഐ ജെക്ക് അത് എ എക്സ് ബി എക്സ് എന്ന് പറഞ്ഞാൽ ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ്, എ വൈ ബി വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ കോയിഫിഷ്യൻ്റ് ജെയുടെ കോയിഫിഷ്യൻ്റ് ആണ്, എ സെഡ് ബി സെഡ് എന്ന് പറഞ്ഞാൽ കെയുടെ കോയിഫിഷ്യൻ്റ് ആണ്. അതും സെയിം, അത് ഐയുടെ കോയിഫിഷ്യൻ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ കോയിഫിഷ്യൻ്റിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഇസഡ് കോയിഫിഷ്യൻ്റിൽ മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. അതാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക. ബാക്കിയുള്ളത് 0 ഇപ്പോൾ. അപ്പോൾ നമുക്ക് പഠിച്ചത് ഓർത്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ് വരിക, മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ടാവും, കാരണം വെക്ടേഴ്സിൽ ഈ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എ ഡോട്ട് ബി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്, ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വെക്ടർ പ്രൊഡക്റ്റ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.